ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ക്യാൻസറിൽ ഏറ്റവും പുതിയതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ്. ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുന്ന ചില പ്രോട്ടീൻസിൽ ആണ്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ക്യാൻസർ സെൽസിനെ എലിമിനേറ്റ് ചെയ്യാനും വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്, മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ളവർക്ക്, പുകവലി ദുശീലം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഉള്ളവർ, മറ്റ് പ്രശ്നങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഒക്കെ ക്യാൻസർ വരാനുള്ള സാധ്യത അല്പം കൂടുന്നത്. ഈ ട്യൂബർക്ലോസിസ്, ക്ഷയരോഗം വന്നു കഴിഞ്ഞിട്ട് ലങ്സിൽ സ്കാർ അവശേഷിക്കുകയും ഈ സ്കാർ തന്നെ സ്കാർ കാർസിനോമയായി വരികയും ഒക്കെ ചെയ്യുന്നത് പല പേഷ്യൻസിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രോട്ടീൻസ്, അത് ടി സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ഉണ്ട്. അത് ഓൺ ദ സർഫസ് ഓഫ് ടി സെൽസ് ആണ് ഈ പ്രോട്ടീൻ ആക്ട് ചെയ്യുന്നത്. ഈ പ്രോട്ടീനെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രോട്ടീൻസ് സാധാരണ ചെയ്യുന്നത് ടി സെൽസിനെ, നല്ല ഹെൽത്തി സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നത് വഴി ടി സെൽസ് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുകയും ക്യാൻസർ സെൽസിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ടി സെൽസിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏതാണ് ഹെൽത്തി സെൽസ്, ഏതാണ് ക്യാൻസർ സെൽസ് എന്ന്. ക്യാൻസർ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കോശങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ അനിയന്ത്രിതമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതായത് അൺകൺട്രോൾഡ് പ്രോലിഫറേഷൻ ഓഫ് സെൽസ് എന്നാണ് ഈ ക്യാൻസർ അല്ലെങ്കിൽ നിയോപ്ലാസത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ക്യാൻസറിനെയും, പ്രത്യേകിച്ച് മെലനോമ പോലുള്ളത്, ലങ് ക്യാൻസർ പോലുള്ളത് ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾസ് പറയാവുന്നത് ഇപ്പിലിമുമാബ് എന്ന് പറയുന്ന ഒരു ഡ്രഗുണ്ട്, അതുപോലെ ട്രെമെലിമുമാബ് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും CLTA4 തെറാപ്പി എന്ന് ഇതിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഡോസാർലിമമാബ്, നിവോലുമാബ് എന്നൊക്കെ പറയുന്ന ചില ഡ്രഗ്സ്, ഇതെല്ലാം നമ്മൾ ഈ ഇമ്മ്യൂൺ ചെക്ക് പോയിൻറ്റ് ഇൻഹിബിറ്റേഴ്സിൽ പെടുന്നതാണ്. ഇതിന് വളരെ ചെറിയ സൈഡ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഇത് നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ക്യാൻസർ സെൽസിനെ പ്രതിരോധിക്കാനായിട്ട് അത് ഉണ്ടാക്കിയെടുപ്പിക്കുക എന്നുള്ളതാണ്, അതിന് ശേഷി കൈവരുത്തുക എന്നുള്ളതുകൊണ്ട്. മെയിനായിട്ടും ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് പറയാവുന്നത് ഒക്കുലാർ ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അതായത് കണ്ണിന് എന്തെങ്കിലും നീർക്കെട്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുക, അതുപോലുള്ള ചില ഇൻഫ്ലമേറ്ററി ഡിസീസ് ഒഴിച്ച് ബാക്കി ഇതിന് സൈഡ് ഇഫക്റ്റും വളരെ കുറവാണ്.